ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മാസങ്ങളോളം ഇരുന്നിട്ട് നിങ്ങളുടെ പാർട്ട്ണറെ ഒഴിവാക്കി നൈസായി സ്കൂട്ടാകാൻ നോക്കിയാൽ നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ പെട്ട ഫീമെയിൽ പാർട്ട്ണറിനെ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ആ ഫീമെയിൽ പാർട്ട്ണറിന് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം ആ മെയിൽ പാർട്ട്ണറിനെതിരെ മെയിൻ്റെനൻസിന് വേണ്ടി കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. മെയിൻ്റെനൻസിന് വേണ്ടി കേസ് ഫയൽ ചെയ്യുന്നതിന് DV ആക്ട് പ്രകാരം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായി ഒരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിൽ ആയാൽ മാത്രം മതി. അതായത് നിങ്ങൾ കുറെ കാലം ഒരുമിച്ച് ഒരേ വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ താമസിച്ചാൽ മാത്രം മതി. ഇനി നിങ്ങൾ ഒരുമിച്ച് താമസിച്ച വീട്ടിൽ നിന്നും ഫീമെയിൽ പാർട്ട്ണറിനെ ഇറക്കി വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീട്ടിൽ തിരികെ പോയി താമസിക്കാൻ വേണ്ടിയുള്ള റൈറ്റും ഈ ആക്ട് പ്രകാരം നേടിയെടുക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ മെയിൽ പാർട്ട്ണർ നിങ്ങളെ ആ വീട്ടിൽ വെച്ച് ഉപദ്രവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റ് അക്കോമഡേഷനും കോടതി ത്രൂ നേടിയെടുക്കാവുന്നതാണ്. ഇനി ഈ ലിവിംഗ് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുകയാണെങ്കിൽ ആ കുട്ടികളെ ലെജിറ്റിമേറ്റ് ചിൽഡ്രൻ ആയി കൺസിഡർ ചെയ്യുകയും അവർക്ക് രണ്ടുപേരുടെ പ്രോപ്പർട്ടിയിലും അവകാശങ്ങളും ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് മെയിൻ്റെനൻസിനുള്ള റൈറ്റും ഉള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ ലിവിംഗ് റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ മറക്കണ്ട. ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുമെന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ അയച്ചു കൊടുക്കുക. അതോടൊപ്പം ഇതുപോലുള്ള ലീഗൽ വീഡിയോസിനായി ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുക.